നമസ്കാരം. ഇന്നാണ് അക്ഷയ തൃതീയ. സ്വർണം വാങ്ങുന്നതിന് ഏറ്റവും മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്ന ഈ ദിനത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തെ സ്വർണ്ണ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ വലിയൊരു ആഘോഷമായി അക്ഷയ തൃതീയ മാറുമെന്നാണ് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയ തൃതീയ ദിനത്തെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരം നടക്കുന്നത് അക്ഷയ തൃതീയ നാളുകളിലാണ്. നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജുവലറികളിലും നിരന്നു കഴിഞ്ഞു. സ്വർണ്ണ വിഗ്രഹം, സ്വർണ്ണ നാണയങ്ങൾ, ചെറിയ ആഭരണങ്ങൾ എന്നിവയാണ് ഭൂരിഭാഗവും. ലക്ഷ്മി ലോക്കറ്റുകൾ, മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റുകൾ, ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ എന്നിവയ്ക്കും വലിയ ഡിമാൻഡാണ്. അക്ഷയ തൃതീയ ആഘോഷവുമായി ബന്ധപ്പെട്ട് 10 ലക്ഷത്തോളം കുടുംബങ്ങളെ ജ്വല്ലറി ഉടമകൾ നേരിട്ടും അല്ലാതെയും ആഭരണം വാങ്ങുന്നതിനായി ക്ഷണിച്ചിട്ടുമുണ്ട് എന്നാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനും പറയുന്നത്. 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് ഒഴുകിയെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭ്യമായ കണക്കനുസരിച്ച് സാധാരണ ദിവസങ്ങളിൽ 300 മുതൽ 400 കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരമാണ് ഒരു ദിവസം കേരളത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം അക്ഷയ തൃതീയ ദിവസം 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായിട്ടാണ് ഏകദേശമായ കണക്ക്. ഇത്തവണ പ്രതീക്ഷ 1500 കോടിക്കും മുകളിലാണ്.